അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 29. വിഷ്ണുമായയും അമൃതാഹരണവും അസുരനിഗ്രഹവും. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരത്സു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിതദേവ ഭവത്പ്രഭാവാദ് ഉദ്യത്സ്വയൂധ്യകലഹാദിദിചാ ബഭൂവുഃ. ശ്യാമാമൃചാപി വയസാപി തനും തദാനിം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം. പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോജകുംഭേ. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാനഭിയാചതോമൂൻ. വിശ്വസ്യത്തെ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നഭിസു വിശ്വസിതാനതാനീഃ. മോദാൽ സുധാകലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ. പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാസുധാം താം. അസ്മാസ്വീയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു. ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർത്ഥപരിപീതസുധം വ്യലാവീഃ. ത്വത്തസ്സുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗദേ ത്വയി സുരൈ ഖലു തേ വ്യഗൃഹ്ണൻ. ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായാ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസീഃ. ത്വം കാലനേമിമധമാലിമുഖാൻ ജഗന്ധ ശക്രോജഘാന ബലിജംഭവലാൻ സപാകാൻ. ശുഷ്കാർദ്രദുഷ്കരവധേ നമുചൗചലൂനേ ഭേനേന നാരദഗിരാന്യരുണോരണം തം. യോഷാവപുർദനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശഃ. ഭൂതൈ സമം ഗിരിജയാ च गदपदं ते स्तुत्वा ब्रवीदभिमदं त्वमधोतिरोधाः. आरामसीमनि च कन्दुकघादलीलालोलायमाननयनं कमनीं मनोज्ञां. त्वामेष वीक्ष्य विगलद्वसनं मनोभूवेगादनङ्गरिपुरङ्ग समालिलिङ्ग. भूयो बिविद्रुतवतीमुपधाव्य देवो वीर्यप्रमोक्षविगसत् परमार्थबोधः. त्वन्मानितस्तव महत्त्वमुवाच देव्यै തത്താദൃശസ്ത്വമവ വാദനികേതനാഥ. അർത്ഥം: ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരത്സു ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിതദേവ ഭവത്പ്രഭാവാത് ഉദ്യത്സ്വയൂധ്യകലഹ ദിദിജാ ബഭൂവുഃ. സമുദ്രത്തിൽ നിന്നും കയ്യിൽ അമൃതകലശവുമായി ധന്വന്തരി മൂർത്തിയായി ഉയർന്നു വന്ന ഭഗവാന്റെ കയ്യിൽ നിന്നും അസുരന്മാർ അമൃതകലശം തട്ടിപ്പറിച്ചു. അപ്പോൾ ഭഗവാനെ തന്നെ എപ്പോഴും ശരണമായി കാണുന്ന ദേവന്മാരെ സമാധാനിപ്പിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാന്റെ മായാവൈഭവത്താൽ അമൃതിനു വേണ്ടി അസുരന്മാർ തമ്മിൽ കലഹം തുടങ്ങി. ശ്യാമാം രുചാപി വയസാപി തനും തദാനിം പ്രാപ്തോസി തുംഗകുജ മണ്ഡല ഭംഗുരാം ത്വം. പീയൂഷ കുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുല
പ്രതിയയുസ്ത്വദുരോജകുംഭേ. ഭഗവാൻ ഉടൻ തന്നെ യൗവനയുക്തയായ വശ്യ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സുന്ദരിയായി ഉന്നതവും വൃത്താകൃതി പൂണ്ടതുമായ മനോഹരങ്ങളായ സ്തനങ്ങളാൽ അല്പം അകത്തേക്ക് വളഞ്ഞവളും ആയ മോഹിനിയുടെ വേഷം ധരിച്ചു. അമൃതകുംഭത്തിനു വേണ്ടി കലഹിച്ചുകൊണ്ടിരുന്ന അസുരന്മാർ അതിലേറെ മോഹിപ്പിക്കുന്ന സ്തനകുംഭങ്ങൾ കണ്ട് അമൃതകുംഭം ഉപേക്ഷിച്ച് മോഹിനി രൂപം പൂണ്ട ഭഗവാന്റെ സമീപത്തേക്ക് ഓടിവന്നു. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാനഭിയാചതോമൂൻ വിശ്വസ്യ തേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നപി സുവിശ്വസിതാനതാനീഹി. മോഹിനിയുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയ അസുരന്മാർ അവളോട്, അല്ലയോ സുന്ദരി, നീ ആരാണ്? ഈ അമൃത് ഞങ്ങൾക്ക് പകർന്നു തരിക എന്ന് അതിരു കവിഞ്ഞ അനുരാഗത്താൽ വിവശരായി അവളോട് നേരിട്ട് അപേക്ഷിച്ചു. എല്ലാം അറിയുന്ന ഭഗവാൻ വശ്യമായ പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു, അല്ലയോ അസുരന്മാരെ, ഞാൻ കുലടയാണ്, എന്നെ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന്. അതോടൊപ്പം തന്നെ ഭഗവാൻ തൻ്റെ മായാവൈഭവത്താൽ മോഹിനിയിൽ തന്നെ പൂർണ്ണ വിശ്വാസമുള്ളവരാക്കി തീർത്തു അവരെ. മോദാൽ സുധാ കലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാ സുധാം താം. മധുരവാക്കുകളിൽ മയങ്ങിയ അസുരന്മാർ സന്തുഷ്ടരായി അമൃതകുംഭം മോഹിനിയെ ഏൽപ്പിച്ചു. അപ്പോൾ മോഹിനി രൂപം പൂണ്ട ഭഗവാൻ, നിങ്ങൾ എൻ്റെ ഒരു ദുഷ്പ്രവൃത്തി സഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരെയും അസുരന്മാരെയും പന്തി തിരിച്ചിരുത്തുകയും എല്ലാവരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ലീലാവിലാസങ്ങൾക്കിണങ്ങിയ മന്ദമായ നടത്തത്തോടെ അമൃത വേണ്ട വിധത്തിൽ വിളമ്പുകയും ചെയ്തു. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനുമർത്ഥ പരിപീത സുധം വ്യലാവീഹി. ഇവൾക്ക് നമ്മളോട് വളരെ പ്രണയമുണ്ട് എന്നു കരുതി അസുരന്മാർ മിണ്ടാതിരുന്നു. ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ സ്വന്തം രൂപം പ്രാപിക്കുകയും പാതി അമൃത് പാനം ചെയ്ത രാഹുവിനെ ചക്രമയച്ച് ഛേദിക്കുകയും ചെയ്തു. ത്വത്ത സുദാഹരണ യോഗ്യ ഫലം പരേഷു ദത്വാ ഗദേ ത്വയി സുരൈ ഖലു തേ വ്യഗൃഹ്ണൻ ഘോരേധ മൂർച്ഛതിരണേ ബലിദൈത്യ മായാ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസീഹി. ധന്വന്തരിയിൽ നിന്ന് അമൃതകലശം തട്ടിപ്പറിച്ചതിന് തിരിച്ച് നല്ല പ്രതിഫലം അസുരന്മാർക്ക് നൽകിയിട്ട് ഭഗവാൻ മറഞ്ഞപ്പോൾ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ഘോരയുദ്ധം നടക്കുമ്പോൾ ബലി എന്ന അസുരൻ്റെ മായയിൽ ദേവന്മാർ മോഹിച്ചപ്പോൾ ഭഗവാൻ ആ യുദ്ധരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ത്വം കാലനേമിമഥ മാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗ ചലൂനെ ഭേനേന നാരദഗിര ഞരുണോ രണം തം. തുടർന്ന് ഭഗവാൻ കാലനേമി, മാലി തുടങ്ങിയവരെ കൊന്നു. പാകൻ, ബലി, ജംഭൻ, വലൻ എന്നീ അസുരന്മാരെ ഇന്ദ്രനും വധിച്ചു. ഉണങ്ങിയതോ പച്ചയോ ആയ ഒരു വസ്തു കൊണ്ടും കൊല്ലാൻ പറ്റാത്ത നമുചിയെ നുര കൊണ്ട് ഛേദിച്ചപ്പോഴേക്കും നാരദന്റെ അപേക്ഷപ്രകാരം ഭഗവാൻ യുദ്ധം അവസാനിപ്പിച്ചു. യോഷ വപുർധനുജ മോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാ ച ഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമതം ത്വമധോ തിരോധാഹ. അസുരന്മാരെ മോഹിപ്പിക്കാനായി ഭഗവാൻ കൈക്കൊണ്ട മോഹിനി രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചു കേട്ട പരമശിവൻ അതൊന്നു കാണാൻ കൊതിച്ച് ശ്രീ പാർവതിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വൈകുണ്ഠത്തിലെത്തി അവിടെ ഭഗവാനെ സ്തുതിച്ചതിനു ശേഷം തൻ്റെ അഭിലാഷം അറിയിച്ചു. അതു കേട്ട ഭഗവാൻ അപ്രത്യക്ഷനായി. ആരാമസീമനി ച കന്തുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളധ്വസനാം
മനോഭൂവേഗാതനംഗരിപുരംഗ സമാലിലിംഗ. അപ്പോൾ തന്നെ ഉദ്യാനത്തിൽ മനോഹരമായി ഇളകിക്കൊണ്ടിരിക്കുന്ന നയനവിലാസത്തോടും വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞുപോയ രീതിയിൽ മനോഹരമായ അംഗചലനങ്ങളാൽ പന്തടിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ട് കാമവൈരിയായ പരമശിവൻ കാമപാരവശ്യത്താൽ ഭഗവാനെ നന്നായി ആലിംഗനം ചെയ്തു. ഭൂയോപി വിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യേ തത്താദൃശസ്ത്വമവ വാതനികേതനാഥ. മഹേശ്വരൻ്റെ ആലിംഗനത്തിൽ നിന്നും കുതറിയോടിയ മോഹിനിയെ പരമശിവൻ പിന്തുടർന്നു. അങ്ങനെ മഹേശ്വരന് വീര്യസ്ഖലനം സംഭവിച്ചപ്പോഴാണ് ബോധമുണർന്നത്. പ്രകാശിക്കുന്ന പരമാർത്ഥ ജ്ഞാനത്തോടുകൂടിയവനും ഭഗവാനാൽ ബഹുമാനിതനുമായ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞുകൊടുത്തു. അങ്ങനെ ഒന്നിനോടും ഒരു തരത്തിലും താരതമ്യപ്പെടുത്താനാവാത്ത ഭഗവാനെ, ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.